തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തീപിടുത്തം എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. പാർക്കിംഗ് ഏരിയ സമീപത്ത് കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. വിവരങ്ങളുമായി ചെയ്യുന്നു. ഉടൻ തീ അണച്ചത് കാരണം ഒഴിവായത് ഒരുപക്ഷെ ഒരു വലിയ ദുരന്തമാണെന്ന് പറയാം അല്ലേ? തീർച്ചയായും ഹാഷ്മി, അമൃത ഏകദേശം രാവിലെ 8:30 കൂടിയാണ് ഈ റെയിൽവേയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം തീപിടിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിന് അകത്താണ്. ഇവിടെ പാർക്കിംഗ് യാർഡാണ്. ഇതിന് തൊട്ട് പുറത്തായിട്ട് മാലിന്യം, അതായത് നമുക്കറിയാം ന്യൂ തിയേറ്ററിന്റെ ഭാഗത്ത് നെയ്യാറ്റിൻകര പോകുന്ന റോഡാണ്. ആ റോഡിന് തൊട്ട് സമീപത്തായിട്ട് ഈ ഫ്ലൈ ഓവറിന്റെ സമീപത്ത് മാലിന്യ കൂമ്പാരമാണ് എന്നുള്ളതാണ്. ഈ മാലിന്യത്തിനാണ് തീപിടിച്ചത്. ഈ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റെയിൽവേ അധികൃതർ, ഇവിടുത്തെ ജീവനക്കാർ പെട്ടെന്ന് തന്നെ വെള്ളം ഉപയോഗിച്ച് ഈ തീ കെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഈ ജനാല വഴി തീ അകത്തേക്ക് പടർന്നിരുന്നെങ്കിൽ ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അടുക്കി വെക്കും പോലെ അതായത് നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിലേക്ക് തീ പടർന്നിരുന്നെങ്കിൽ അത് ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയനെ. അതിനിടയ്ക്ക് അടിയന്തരമായി തന്നെ ഇടപെടൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ പ്രശ്നം രൂക്ഷമാണ് എന്നുള്ള ആക്ഷേപം ഉയർന്നു. നേരത്തെ തന്നെ ആമഴിഞ്ചാൻ തോട്ടിൽ നമ്മൾ മുങ്ങി മരണമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നു മുതൽ റെയിൽവേ അധികൃതരും അതുപോലെ തന്നെ നഗരസഭയും തമ്മിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഈ പാർക്കിംഗ് യാർഡിലെ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് ഇപ്പോൾ റെയിൽവേ അധികൃതർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അടിയന്തരമായി തന്നെ ഈ പാർക്കിംഗ് സ്ഥലത്തെ മാലിന്യങ്ങളെല്ലാം തന്നെ അവർ നീക്കുകയാണ്. പക്ഷേ അതിന് പുറത്ത് ഈ ഫ്ലൈ ഓവറിന് സമീപത്ത് വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് റെയിൽവേ അധികൃതരല്ല നീക്കേണ്ടത്. അത് നീക്കേണ്ടുന്നത് നഗരസഭയാണ്. നിരവധി തവണ നഗരസഭയോട് റെയിൽവേ അത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. പക്ഷേ അത് പാലിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ഈ 8:30 തീ കത്തുന്നു. ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാർ പെട്ടെന്ന് വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഹാഷ്മി, അമൃത. ഓക്കെ, പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തം ഉണ്ടായി. തീ അണച്ചത് കാരണം തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്ന ഒരു വലിയ അപകടം ഒഴിവായെന്ന് ഉറപ്പായും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.